ഞാനൊരു നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഞാൻ സാക്ഷിയായി. ഞാൻ എൻ്റെ അഭിപ്രായം സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ പ്രകടിപ്പിച്ചു. ഞാനത് പറഞ്ഞു. മേ ബി എനിക്ക് തോന്നുന്നു ആ നടിയെ സപ്പോർട്ട് ചെയ്ത നടിമാർ പോലും എന്നെ പിന്നീട് സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ്. ഈ നടി ആക്രമിക്കപ്പെട്ട ദിവസം ഞങ്ങൾ രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. മേ ബി ഇന്റർവ്യൂ റിവീൽ ചെയ്യുമ്പോൾ വീണ്ടും എനിക്ക് വധഭീഷണി. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ രഞ്ജിമാർ എല്ലാവർക്കും അത്യാവശ്യം അറിയാവുന്ന ഒരാളാണ്. ആള് ട്രാൻസ്ജെൻഡർ ആണ്. അതുപോലെ വൺ ഓഫ് ദ ബെസ്റ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയാം. അതായത് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ഈ പറയുന്ന രഞ്ജിമാർ. അതുപോലെ തന്നെ സെലിബ്രിറ്റികളുടെ ഇടയിൽ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടായാൽ സാധാരണ ഈ രഞ്ജിമാർ എന്നുള്ളൊരു ആള് മുന്നോട്ട് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മുടെ പ്രമുഖ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ആ നടിയെ പിന്തുണച്ചുകൊണ്ട് ഒരുപാട് രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ പറയുന്ന രഞ്ജിമാർ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് അങ്ങനെ മുന്നോട്ട് വന്നത് കാരണം തൻ്റെ കരിയറിനെ തന്നെ വളരെയധികം രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അത് തൻ്റെ മുന്നോട്ടുള്ള വളർച്ചയും മുന്നോട്ടുള്ള കരിയറിനെയൊക്കെ വളരെ മോശമായ രീതിയിൽ ബാധിക്കുകയും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്ന സാധനം ഇന്നും തൻ്റെ ജീവിതത്തിൽ പിന്തുടർന്നു കൊണ്ടിരിക്കുന്നു എന്ന് രഞ്ജിമാർ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്തായാലും അതുമായി റിലേറ്റ് ചെയ്തിട്ട് രഞ്ജിമാർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം. എൻ്റെ അഭിപ്രായങ്ങൾ ഇപ്പോൾ ആരാണെങ്കിലും ഞാൻ വെട്ടിത്തുറന്ന് പറയും. ആ വെട്ടിത്തുറന്ന് പറയുന്ന സമയത്തുള്ളൊരു നീരസവി ഉണ്ടാവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതിനപ്പുറത്തേക്ക് പിന്നെ എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. നമുക്ക് കണ്ടാൽ ചിരിക്കാൻ, വർത്തമാനം പറയാം, എന്തും ആകാം. അപ്പോൾ അങ്ങനെ കുറച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞതിൽ നിന്ന് ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് എന്നെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. കുറേ വർക്കുകൾക്ക് കുറേ ആർട്ടിസ്റ്റുകൾ എന്നെ വർക്കിന് വിളിക്കാത്ത സന്ദർഭം, ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ. അപ്പോൾ ഞാൻ ആ സമയങ്ങളിലെല്ലാം ഇപ്പം ഇൻഡസ്ട്രിയിലുള്ള മിക്ക ആർട്ടിസ്റ്റുകൾക്കും അറിയാം, ഒരു മേക്കപ്പ് പ്രോഡക്റ്റ് ഇൻഡസ്ട്രിയിൽ ഇറങ്ങിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ വിത്തിൻ സെക്കൻഡ് വാങ്ങിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവനിപ്പോൾ അത് ഏത് രാജ്യത്താണെങ്കിൽ പോലും ഞാൻ എങ്ങനെയും കോൺടാക്ട്സ് എടുത്ത് ആ പ്രോഡക്റ്റ് എത്തിക്കും. അതിവിടെ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അറിയാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള അത്രയും വിലപിടിപ്പുള്ള മേക്കപ്പ് പ്രോഡക്റ്റുകളാണ്. അപ്പോൾ ഇത്രയും മേക്കപ്പ് പ്രോഡക്റ്റുകൾ പല തട്ടുകളാക്കി വെച്ചിരിക്കുക. ഇന്ന ആർട്ടിസ്റ്റ് ബ്രൈഡൽ ആഡ് എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഈ മറ്റുള്ള കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത് എൻ്റെ സെലിബ്രിറ്റി മേക്കപ്പ് ബോക്സ് അങ്ങനെ ഇരിക്കുക. ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഏരിയ ഇങ്ങനെ ഇരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് 6 മന്ത് കഴിഞ്ഞാൽ എക്സ്പയറി ആവും. നമ്മൾ യൂസ് ചെയ്തുകൊണ്ടേയിരിക്കണം. എത്ര കാലം വരെ വേണമെങ്കിലും യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. യൂസ് ചെയ്യാത്ത ഒരു പ്രോഡക്റ്റ് ഓപ്പൺ ചെയ്തൊരു 6 മന്ത് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പം ഞാനിങ്ങനെ സങ്കടപ്പെട്ടു. ആരാണ് ശരിക്കും അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞത്? അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞു എന്നുള്ളതല്ല. അല്ല, എന്തായാലും വർക്ക് കിട്ടാതിരിക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവരുടെ സജഷൻ ചോദിച്ചിട്ടുണ്ടാവണം, അവർ നോ പറഞ്ഞിട്ടുണ്ടാവണം. അങ്ങനെ എനിക്ക് അറിയത്തില്ല. എന്നെ അങ്ങനെ വിളിക്കാതായി. പല പരിപാടികളും നടക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന മേക്കപ്പ് സെലിബ്രിറ്റികൾ അവരുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ചില ആഡ് ഷൂട്ടുകൾ, ചില സിനിമകൾ, ചില എന്താ പറയുക പ്രോഗ്രാമുകൾ, ഇൻ്റർവ്യൂസുകളെല്ലാം നടക്കുന്നുണ്ട്. ഈ ആർട്ടിസ്റ്റുകളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ആ സമയത്ത് എൻ്റെ മേക്കപ്പ് ബോക്സ് നോക്കി ഞാനിങ്ങനെ ഇരിക്കുകയാണ്. എന്താണ് കാരണം? വാട്ട് ഡു നെക്സ്റ്റ് ഐ ഡോണ്ട് നോ. എനിക്ക് തോന്നുന്നു ഞാനൊരു നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഞാൻ സാക്ഷിയായി. അതായത് എല്ലാ നടിമാരും ഈ പറയുന്ന പോലെ രഞ്ജിമാറിനെയാണ് മേക്കപ്പും കാര്യങ്ങൾക്ക് വിളിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഒരു നിമിഷം ഈ പറഞ്ഞ ഒരു നടിമാരും ഈ പറയുന്ന രഞ്ജിമാറിനെ വിളിക്കാണ്ടായി. അതിനുള്ള ഒറ്റ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രമുഖ നടി ആക്രമിക്കപ്പെട്ട കേസിൽ അത് കുറച്ച് കാര്യങ്ങൾ ഈ പറയുന്ന രഞ്ജിമാർ പിന്തുണച്ചു. അതിനെ തുടർന്നാണ് ഈ പറയുന്ന ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ പുറത്താവേണ്ട ഒരു സിറ്റുവേഷൻ പോലെയാണ് ഇവിടെ ആയിട്ടുള്ളത്. അതിനുശേഷം തൻ്റെ കരിയറിലെ ഗ്രോത്ത് തന്നെ അങ്ങ് വളരെ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അന്ന് ഈ പറയുന്ന റീമ കല്ലിംഗ വേറൊരു നടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവരൊക്കെ ഈ പറയുന്ന പോലെ ഈ പ്രമുഖ നടിയെ പിന്തുണച്ചതിന്റെ പേരിൽ അവർ ഫീൽഡ് ഔട്ട് ആയ സ്ഥിതിയാണ്. റീമ കല്ലിംഗിലൊന്നും പിന്നെ ഫിലിം ഇൻഡസ്ട്രിയിലേ ഇല്ല. ആ ലെവലിലാണ് ഫീൽഡ് ഔട്ട് ആയി പോയത്. പിന്നെ വേറെ ഒരു നടി ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ ചാർലിയിലൊക്കെ ഉള്ള നടിയാണെന്ന് തോന്നുന്നു. ആരൊക്കെ ഇതുപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും ഇങ്ങനെ ഫീൽഡ് ഔട്ട് ആയിപ്പോയി. ഭാമ ആദ്യം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വള്ളിയായപ്പോൾ ആള് നേരെ മലക്കം മറിഞ്ഞ് അതിന്റെ പേരിൽ ഒരു എയറിൽ പോയ ഒരു ടൈമൊക്കെ ഉണ്ടായിരുന്നു ഭാമയ്ക്ക്. അപ്പോൾ അതുപോലത്തെ സീനുകളും കാര്യങ്ങളൊക്കെ വന്ന്, പക്ഷെ അന്നും ഇന്നും ഒരേ സ്റ്റാൻഡിൽ നിന്നും കൊണ്ട് രഞ്ജിമാർ നിന്നത് കൊണ്ട് തന്നെ താൻ ഈ പറയുന്ന ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ഒരു ആർട്ടിസ്റ്റുകാരും വിളിക്കാത്ത ഒരു ലെവലിലോട്ട് എത്തുകയും ആ ഒരു സിറ്റുവേഷനിലോട്ട് പോയി തൻ്റെ കരിയറിൻ്റെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്ന സാധനം ഇല്ലാണ്ടങ്ങായിപ്പോയി. ഇടയ്ക്കെങ്ങാണ്ട് ഈ മമത മോഹൻദാസ് എന്തോ ഇടയ്ക്കൊരു വർക്ക് എന്താ കൊടുത്തായിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് എല്ലാവരും എഴുതിത്തള്ളി പുറത്താക്കി എന്ന് തന്നെയാണ് ഇവിടെ രഞ്ജിമാർ പറയാതെ പറഞ്ഞു വെക്കുന്നത്. ഞാൻ എൻ്റെ അഭിപ്രായം സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ പ്രകടിപ്പിച്ചു. ഞാനത് പറഞ്ഞു. മേ ബി എനിക്ക് തോന്നുന്നു ആ നടിയെ സപ്പോർട്ട് ചെയ്ത നടിമാർ പോലും എന്നെ പിന്നീട് സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ്. അതിനകത്ത് വേറൊരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാവുന്നത് അവരാരും അവരെ സപ്പോർട്ട് ചെയ്തത് ജെന്യൂൻ ആയിരുന്നില്ല എന്നുകൂടി എൻ്റെ അർത്ഥമുണ്ട്. വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം. മേ ബി എനിക്കത് ഫീൽ ചെയ്യാറുണ്ട്.
എനിക്കിപ്പോൾ ഒരു കാര്യം എൻ്റെ കണ്ണിൽ കണ്ട കാര്യമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് എൻ്റെ കണ്ണിൽ കണ്ട് എനിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നെ മാനസികമായിട്ട് തകർത്ത ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഈ നടി ആക്രമിക്കപ്പെട്ട ദിവസം ഞങ്ങൾ രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. അന്ന് രാത്രി ഞങ്ങൾ മീറ്റ് ചെയ്യാൻ പ്ലാൻ ഇട്ടതായിരുന്നു. അന്ന് രാത്രിയിൽ ഞാനും മറ്റൊരു നടിയും ഈ നടിയും കൂടി ഒരു നടിയുടെ ഫ്ലാറ്റിൽ കാണാം, നമുക്ക് ഫുഡ് കഴിക്കാം എന്ന് പ്ലാൻ ഇട്ടതായിരുന്നു. എനിക്ക് മൈഗ്രെയിൻ തലവേദന കൂടിയത് കൊണ്ട് ഞാൻ ലൊക്കേഷനിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വരുന്നത് ഏകദേശം 9, 9:30, 10 മണി സമയം. അപ്പോൾ ഈ ഒരു സമയം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അയ്യോ ഞാൻ ആ സമയത്ത് ഹൈവേയിലൂടെ ഞാനും ഉണ്ടായിരുന്നല്ലോ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഞാൻ ഉണ്ടായിരുന്നല്ലോ, എന്നെ ഒന്ന് വിളിക്കാൻ പറ്റിയില്ലേ എന്നാണ് ഞാൻ ആദ്യം ചോദിക്കുന്നത്. നിനക്ക് ഫോൺ എടുത്തിട്ട് എന്നെ ഒന്ന് വിളിച്ചു, ഒരു റിങ് എനിക്ക് തന്നൂടായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അതെന്നെ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് അലട്ടി. പിറ്റേ ദിവസം രാവിലെ മറ്റൊരു നടിയാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന്. അപ്പം ഭയങ്കര ഷോക്കായി എനിക്ക് ഇയാളെ നേരിട്ട് കാണാൻ തന്നെ എനിക്ക് തോന്നുന്നില്ല. ഞാൻ അത്ര ഷോക്കായി. എന്താ ഈ കേൾക്കുന്നത്? നമ്മുടെ കേരളത്തിലോ അമ്മയും സഹോദരങ്ങളും ആണെന്ന് പറഞ്ഞു നടക്കുന്ന നമ്മുടെ ഈ കേരളത്തിലാണോ ഇത് നടന്നിരിക്കുന്നതെന്ന് ഓർത്തുപോയി. അപ്പം ഞാൻ എൻ്റെ പ്രതികരണം സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ പറയേണ്ടടുത്ത് ഞാൻ പറഞ്ഞു എന്നുള്ളതാണ്. അക്കാര്യത്തിൽ രഞ്ജുവിൻ്റെ ഒരു ബോധ്യം എന്താണ്? എനിക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. ഞാനത് കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാവുന്ന പച്ചയായിട്ടുള്ള സത്യങ്ങൾ ഞാൻ കോടതിയിൽ സബ്മിറ്റ്. മേ ബി ഇന്റർവ്യൂ റിവീൽ ചെയ്യുമ്പോൾ വീണ്ടും എനിക്ക് അപ്പൊ വീണ്ടും ഈ ഇന്റർവ്യൂ കഴിയുമ്പോൾ രഞ്ജുമാറിന് വധഭീഷണി വന്നേക്കാം എന്നാണ് പറയുന്നത്. തനിക്ക് അറിയാവുന്ന സത്യങ്ങൾ കാര്യങ്ങളെല്ലാം പച്ചയായ സത്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഇവിടെ രഞ്ജുമാർ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും കർമ്മ എന്ന് പറയുന്ന സാധനം ഉള്ള ഒരു സാധനമാണ് ഇത്. അത് ഇന്നല്ലെങ്കിൽ നാളെ, ചിലപ്പോൾ കുറച്ച് താമസം എടുത്തേക്കാം, പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ അത് തിരിഞ്ഞടിച്ചിരിക്കും. സത്യം ജയിക്കും, സത്യം ജയിക്കണം, അത് തന്നെയാണ് നമ്മുടെ ആവശ്യം. ഈ പറയുന്ന പോലെ നടി ആക്രമിക്കപ്പെട്ട സമയത്ത് എതിർദിശയിലൂടെ സഞ്ചരിച്ചു, അത് വല്ലാത്തൊരവസ്ഥയാണ് ഈ രഞ്ജുമാരോട് പറഞ്ഞു വയ്ക്കുന്നത്. അത് എനിക്കും പേഴ്സണലി അത് നമുക്ക് ആ ടൈമിൽ രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ടെൻഡൻസി ഒക്കെ ഉറപ്പായിട്ട് വരും. എന്തായാലും സത്യം തുറന്നു പറഞ്ഞത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തനിക്കറിയാവുന്ന ഓരോ കാര്യങ്ങളും വെളിപ്പെടുത്തിയത് കൊണ്ടായിരിക്കാം താൻ ഇന്നും ഈ ഫീൽഡ് ഔട്ട് ആയിട്ട് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. ബാക്കി കേട്ടോ. അപ്പോൾ എവിടെ നിന്നാണോ നമുക്കൊരു സപ്പോർട്ട് ആഗ്രഹിച്ചത് അവരെല്ലാം നമ്മളെ തള്ളി പറഞ്ഞു. എനിക്ക് കിട്ടിയിട്ടില്ല. നീ പറഞ്ഞത് ശരിയാണ്, അല്ലെങ്കിൽ നീ നിന്റെ റൈറ്റിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരാളും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. സത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ് ഞാൻ, അസത്യമാണ് ഞാൻ പറഞ്ഞതെന്ന് എന്നിട്ട് പോലും എന്നെ ഒഴിവാക്കി പറയാവുന്ന ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇല്ല. ബിക്കോസ് ഞാൻ ഈ ഒരു ഇൻസിഡന്റ് നടന്ന സ്ഥലത്ത് 11 വർഷം താമസിച്ചിട്ടുള്ള ഒരാളാണ്. ഓപ്പോസിറ്റ് താമസിച്ചിട്ടുള്ള ഒരാളാണ് 11 വർഷം. അപ്പോൾ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവും, അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. എന്താണോ അത് തെളിയട്ടെ. എനിക്കിപ്പോൾ ആരോടും ഒരു വിരോധവുമില്ല. ഒരാളും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിനകത്ത് യാതൊരു കള്ളത്തരം ഇല്ല എന്നുള്ള കാര്യം എനിക്ക് സത്യമായിട്ട് അറിയാം. തിളച്ചെണ്ണ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് കൈമുക്കി നീ സത്യം ചെയ്യാൻ പറഞ്ഞു, ഞാൻ കൈമുക്കി സത്യം ചെയ്യും. ബിക്കോസ് അത്രയും കോൺഫിഡൻസ് എനിക്കുണ്ട്, അത്ര ഉറപ്പാണത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഈ ലോകത്ത് തെളിയിക്കപ്പെട്ട സത്യങ്ങളൊന്നും സത്യങ്ങളാണെന്ന് പറയാം. അത് കറക്റ്റാ. ഈ ലോകത്ത് തെളിയിക്കപ്പെട്ട എല്ലാം സത്യങ്ങളാണെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. കാലം തെളിയിക്കും. കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഉള്ളിടത്തോളം കാലം അതിന്റെ സത്യാവസ്ഥ തെളിഞ്ഞിരിക്കും. ആരും ഇവിടെ ഈ പറയുന്ന പോലെ കുറ്റം ചെയ്തിട്ട് രക്ഷപ്പെട്ട് നടക്കണമെന്ന് ഞാൻ പറയത്തില്ല. എന്തായാലും വോട്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ തനിക്ക് നഷ്ടപ്പെട്ട കരിയർ ഉറപ്പായിട്ട് തിരിച്ച് ഏത് വഴിയാണ് തനിക്ക് തൻ്റെ കരിയർ നഷ്ടപ്പെട്ട, സത്യസന്ധമായി നിന്നിട്ടും തനിക്ക് തൻ്റെ കരിയർ നഷ്ടപ്പെട്ടു എങ്കിൽ ആ കരിയർ തിരിച്ചു കിട്ടട്ടെ എന്ന് ആ വഴിയിൽ കൂടി തന്നെ അല്ലെങ്കിൽ മറ്റൊരു വഴിയിൽ കൂടി ആ കരിയറിലേക്ക് തനിക്ക് തിരിച്ച് കയറാൻ പറ്റട്ടെ, അല്ലെങ്കിൽ അതുവഴി താൻ വീണ്ടും ഉയരങ്ങളിൽ എത്തട്ടെ ആശംസകൾ അർപ്പിക്കുന്നു. അല്ലാണ്ട് ഇതിൽ നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല. കോടതിയിൽ നടക്കുന്ന കേസും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെതായ നിയമവഴികളും ഓരോ ചുറ്റുപാടുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ടാണ്.